എനിക്കൊരു ബാബേലിന്റെ ചിത്രം ഓർമ്മ വരുന്നു. എനിക്ക് മറ്റൊരു പ്രവാസം ഓർമ്മ വരുന്നുണ്ട്. ശ്രദ്ധിച്ച് എനിക്ക് മറ്റൊരു പ്രവാസം ഓർമ്മ വരുന്നത്. പ്രവാസ കാലഘട്ടത്തിലെ മറ്റൊരു അനുഭവം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? സങ്കീർത്തനത്തിൽ തന്നെ, നിങ്ങൾ എന്തിനാ ബാബേലിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നേ? എന്തിനാ ബാബേലിൽ ഇങ്ങനെ മുഖം പാടിയിരിക്കുന്നേ? നിങ്ങൾ എന്താ പാട്ട് പാടാത്തെ? നിങ്ങൾ വലിയ പാട്ടുകാരല്ലേ? നിങ്ങളുടെ കിന്നര എന്തിനാ ഈ മരത്തെ തൂക്കിയിട്ടിരിക്കുന്നേ? അലരി വൃക്ഷം നിറച്ച് കിന്നരോ നിങ്ങൾ എന്തിനാ തൂക്കിയിട്ടിരിക്കുന്നേ? ബാബേലാണെങ്കിലും പാടിക്കോ. ഈ ഇരിക്കുന്ന പലരും കിടക്കുന്നിടത്ത് കിടന്ന് പാടിയ. അവര് പറഞ്ഞ്, ഞങ്ങൾ സിയോന്റെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ? നിങ്ങൾ വായിച്ച വാക്യം മറക്കരുത്. ആശാരിമാരും കൊല്ലന്മാരും തുടങ്ങിയ പട്ടികപ്പെടുന്ന പ്രയോജനപ്പെടാൻ കഴിയുന്നവർ, പദം മറക്കരുത്, പ്രയോജനപ്പെടാൻ കഴിയുന്നവരെ കൊണ്ടുപോയി. അതിലൊക്കെ ഉൾപ്പെടുന്ന ദാനിയേലൊക്കെ, ശദ്രക്ക്, അബേദ്നെഗോവൊക്കെ പ്രവാസത്തിലായിരുന്നു. പ്രവചിച്ചതൊക്കെ പ്രവാസത്തിലാ. അവിടെ ചെന്നപ്പോ താമസ സൗകര്യം കൊടുത്തു, അക്കോമഡേഷനും ഫുഡും ഒക്കെ ഫ്രീ. അയ്യോ, ആരും മിണ്ടുന്നില്ല. ഇവിടെ അങ്ങനെയൊക്കെ തന്നെ അതിനകത്ത് കിടന്നങ്ങ് ഊരുളും, കണ്ടതും കിട്ടുന്നൊക്കെ തിന്നും. അക്കോമഡേഷനും ഫുഡും ഫ്രീ. സ്ഥാനോ രാജാവിനോടൊപ്പം രാജാവിന്റെ മന്ദിരത്തിൽ. അവര് പറഞ്ഞു, രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കുടിക്കണം, രാജാവ് കൽപ്പിച്ച് എല്ലാം കഴിക്കണം. കിട്ടിയ അവസരമല്ലേ? നല്ല ബ്രാൻഡ് കിട്ടി, നല്ല മുന്തിയനം രാജാവ് കുടിക്കുന്നത്. നിങ്ങൾ അതേ പറഞ്ഞു, ദൈവം കരട്ടില്ലാത്തടത്ത് കയറുന്നു പറഞ്ഞു, തയ്ക്കാത്തടത്ത് തയ്ക്കുമെന്ന് പറഞ്ഞു. ഉന്നതന്മാരുടെ കൂടെ എന്നെ ഇരുത്തി ദൈവം ഒരുക്കിയെന്ന് പറഞ്ഞ് വയറുമുട്ട് തട്ടിച്ച് സ്തോത്രം പറഞ്ഞു. അവര് പറഞ്ഞു, രാജാവേ, നിന്റെ ഭോജനം കൊണ്ട് ഞങ്ങളെ അശുദ്ധമാക്കിയില്ല. തന്റെ ഇടം വേണം, നട്ടല് വേണം. ഇറങ്ങി തിരിച്ചാ പോരാ, വചനം കൈ പിടിച്ചാ പോരാ, ബൈബിൾ എടുത്താ പോരാ. തന്റെ ഇടം വേണം, നട്ടല് വേണം. ഓ, യേശുവിന്റെ നാമത്തിൽ ഓ ജീസസ്. കഞ്ഞിക്ക് ഉപ്പൊഴിക്കാൻ പോലും ത്രാണിയില്ലാത്ത കാലത്ത് കരയാൻ അറിയാം, മുട്ടിമേരുന്ന് പ്രാർത്ഥിക്കാൻ അറിയാം, ആരാധിക്കാൻ അറിയാം. ഇന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരു വക കണ്ടുവച്ചിട്ടാ, ഒന്നല്ലെങ്കിൽ അടുത്ത വഴിയുണ്ട്. ഒന്നീ അപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മാച്ചനുണ്ട്, വഴിയുണ്ട്. പക്ഷെ പണ്ട് നീ അങ്ങനെ അല്ലായിരുന്നു. നീ ഈ പാതപ്പെടുത്തി കരഞ്ഞിട്ടുണ്ട്, ഈ പാതപ്പെടുത്തി വീണിട്ടുണ്ട്, ആർത്തലിച്ച് ആരാധിച്ചിട്ടുണ്ട്, ഇരിക്കുന്നിടം മറന്ന് നൃത്തം ചെയ്തിട്ടുണ്ട്. ഇന്ന് നിന്റെ അകത്ത് ആവശ്യമില്ലാത്ത ഭോജനങ്ങൾ, വിശുദ്ധിയോടുള്ള കോംപ്രമൈസ് ചെയ്യൽ, ലോകത്തോട് അനുരൂപപ്പെടൽ എപ്പോ കയറിയോ നീ അപകരിക്കപ്പെട്ടു പോയി. Come back. മടങ്ങി വരിക. വൃക്ഷത്തിൽ തൂക്കിയിട്ട് കിന്നരമൊക്കെ കയ്യിലുണ്ട്. സിയോൻ നിവാസികളെ കുറിച്ചുള്ള പ്രശംസനീയമായ പ്രസിദ്ധ വാക്ക്, അവരുടെ പാട്ട്. എവിടെ കിട്ടിയാലും നമ്മുടെ പാട്ട്, അത് ഏത് ചന്തയിലായാലും അവർക്ക് വേണ്ടി പാടും. ആലയത്തിലോ വായു മൂടിയിരിക്കും. അവര് പറഞ്ഞു, നീ താമസ സൗകര്യം തന്നിരിക്കാം, ഞങ്ങളുടെ കഴിവ് കണ്ടിട്ട് ഞങ്ങൾക്ക് നല്ല ജോലി തന്നിരിക്കാം, ഞങ്ങൾക്ക് ബാബേലിൽ സുഖമാണ്, പക്ഷെ നിന്നെ സുഖിപ്പിക്കാൻ ഞങ്ങളുടെ കർത്താവിന്റെ പാട്ട് പാടത്തില്ല.